ഹലോ, ഇന്ന് നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ സൈനപ്പ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കണം. ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സൈൻ ഇൻ കൊടുത്തിട്ട് യൂസർ നെയിമും പാസ്വേഡും മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യാനുള്ള ചിലർക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് വെരിഫിക്കേഷൻ ഒരു മെയിലിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യണം. www.gmail.com എന്ന് പോയിട്ട് നമ്മുടെ മെയിൽ ഏത് മെയിലിലാണോ വന്നിട്ടുള്ളത് ആ മെയിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പർ വന്നിട്ടുണ്ടാവും വെരിഫിക്കേഷൻ. ആ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓക്കെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ ആ ക്യാരക്ടർ കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്ററും അടിച്ചു കൊടുക്കുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും. അപ്പോൾ അത് വീണ്ടും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് അടിക്കുമ്പോൾ അതുപോലെ വരും ഫെച്ചിങ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് അടിക്കാം. ആക്സെപ്റ്റ് ആൻഡ് സെൻഡ് ഓപ്ഷണൽ ഡാറ്റ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. പിന്നെ ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ എല്ലാ ഇഷ്യൂസും സോൾവ് ആയിട്ടുണ്ടാവും. സൈൻ ഇൻ ചെയ്യാത്തതുകൊണ്ട് ചിലർക്ക് ഇഷ്യൂസ് വരാം, എഡിറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങും എല്ലാതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും.